ഫൈസയുടെ സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ അണിച്ച് ക്രിസ്മസ് പപ്പയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒട്ടും തന്നെ പ്ലാൻ ചെയ്യാത്തൊരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. ഇത് ഇന്നലെ വൈകുന്നേരം ആയപ്പോഴാണ് ടീച്ചർ അങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ ഇരുന്നു. അപ്പോൾ തന്നെ ഞാൻ അണിച്ചിനെ വിളിച്ചു പറഞ്ഞു. അണിച്ച് രാത്രി വന്നപ്പോൾ അങ്ങനെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 1:30 മണിയൊക്കെ ആയപ്പോഴായിരുന്നു നമ്മുടെ പ്രോഗ്രാം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ അങ്ങനെ സ്കൂളിലെത്തി ബലൂണും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. പിന്നെ നമ്മുടെ ക്രിസ്മസ് പപ്പയുടെ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ പൈസക്കൂട്ടിനെ ഒന്ന് ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് ജസ്റ്റ് ഒരുങ്ങാനുള്ള ആ ഒരു ടൈം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം തന്നെ അവന് കോമ്പറ്റീഷൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ടീച്ചർ വന്നിട്ട് അവൻ്റെ ചെവിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഡാൻസ് കളിക്കണം, പാട്ട് പാടണം എന്നൊക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല രീതിയിൽ തന്നെ അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനേക്കാൾ കൂടുതലും ഞാനായിരുന്നു അത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറിയ കുട്ടികളായിക്കോട്ടെ നല്ല അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് ക്രിസ്മസ് പപ്പാസും ഏഞ്ചൽസും ഒക്കെ ഉണ്ടായിരുന്നു. അവസാനം എല്ലാവരും കൊണ്ട് കൂട്ടിയെടുത്തിട്ടുള്ള ഡാൻസും പാട്ടും ഫോട്ടോ എടുക്കലും അങ്ങനെ കളിയും ബഹളം ഒക്കെ ആയിട്ട് ആകെ നല്ലൊരു ദിവസമായിരുന്നു. എല്ലാവരും ഒരേ എനർജിയിലായിരുന്നു ആ ഒരു കോമ്പറ്റീഷനൊക്കെ അങ്ങോട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അവസാനം ഒരു പീസ് കേക്കൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.